ഇനി ചെല്ലാൻ പറ്റില്ല. ചെല്ലാണെങ്കിൽ അമ്മ പറഞ്ഞത് സമ്മതിക്കണം. ടീച്ചറെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മാവനെ ടീച്ചർ ഭക്ഷണം കഴിപ്പിക്കൂ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. പക്ഷേ അത് പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അമ്മയുടെ കാര്യം ടീച്ചർ എനിക്ക് വിട്ടേക്ക്. എനിക്ക് ആ ധൈര്യമുണ്ട്. എങ്കിൽ പിന്നെ അമ്മാവിന്റെ കാര്യം എനിക്കും വിട്ടേക്ക്. അപ്പൊ ഓക്കെ. ഇന്ന് ഞാൻ സുജാതയുടെ മോനും ടീച്ചർ രാമകൃഷ്ണന്റെ മോളും. ഓക്കെ ഓക്കെ. കഴിക്കാൻ വയ്യല്ലേ? ഞാൻ ശരിയാക്കി തരാം. എന്നെ കഴിപ്പിക്കാനുള്ള പരിപാടിയാ. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയല്ല. കൊണ്ടുവന്ന് കൺമുന്നി വെക്കട്ടെ, തട്ടെറിയും ഞാൻ. അമ്മാവന്റെ കുറുമ്പ് തന്നെയാ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെന്ന് പറയട്ടെ, അപ്പൊ കാണാം അമ്മാവന്റെ ചമ്മല്. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം വിളമ്പിയപ്പോലും ഇപ്പൊ എനിക്ക് രുചി തോന്നുമായിരുന്നു. എന്താ കാരണമെന്നറിയോ? മോനിപ്പോ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഉരുള ഉരുട്ടി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. എന്റെ അടുത്ത് നിൽക്കുമ്പോ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അത് വലിയൊരു കാര്യമാണ്. മക്കള് വാരിത്തന്ന അമ്മമാരുടെ മനസ്സ് നിറയും. മോളെ, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്കിളിനും മോള് കറിയൊക്കെ വെച്ച് തരണം കേട്ടോ. എന്നിട്ട് എനിക്ക് വിളമ്പി തന്നിട്ട് മോള് കൂടെ ഇരിക്കണം. എന്റെ മോളെ കിട്ടാതെ പോയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അങ്കിൾ, മോളെ, ദൈവം ചിലപ്പോഴേ ചിലരെയൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കും. നിനക്കറിയോ മോളെ, അങ്കിളിന് ശരിക്കും വയറുതെളിഞ്ഞായിരുന്നു. മാറി വെള്ളം കുടിക്കണം. നിത്യയുടെ ജീവിതത്തിലേക്ക് ഇവൻ തന്നെയാണ് വരേണ്ടത്. ഈ സ്നേഹമാണ് എൻ്റെ മോൾക്ക് വേണ്ടത്. ഹരിക്ക് ഏറ്റവും യോജിച്ച പെണ്ണേ ഇവള. ഹരിക്ക് ചേരുന്ന ഒരേ ഒരു പെണ്ണേ ഉള്ളൂ.
അത് പത്മയാ. അമ്മാവനും കഴിച്ചു. ഈ പരീക്ഷയ്ക്ക് ഹരിക്ക് ഞാൻ മാർക്കിട്ട ഡിസ്റ്റിങ്ഷൻ ആക്കിട്ട. അമ്മാവന്റെ തീരുമാനത്തിന്റെ കടുപ്പൊക്കെ എനിക്കും അറിയാം. അത് മാറ്റിയെടുത്ത പത്മ ടീച്ചർക്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നുമല്ല, റാങ്കാ. അതാ എന്റെ മാർക്ക്. താങ്ക്സ്. അതിപ്പോ ഞാൻ അങ്ങോട്ടും പറയണ്ടേ. എന്തായാലും എനിക്ക് സന്തോഷായി. കുറെ തമ്മി തല്ലി തല്ലി അവസാനം നമ്മൾ ഫ്രണ്ട്സ് ആയല്ലോ. ഈ ഒഴുകുന്ന പുഴയുടെ താഴെ കിടക്കുന്ന കല്ലുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അത് കൂർത്ത കല്ലുകളായിരിക്കും. പിന്നെ ഈ ഒഴുക്കിന്റെ ശക്തി കൂടുമ്പോൾ പതുക്കെ പതുക്കെ പരുവപ്പെടും. പിന്നെ മിനുസം വയ്ക്കും. അതുപോലെ നമ്മുടെ റിലേഷന് ആദ്യം കൂർത്ത കല്ല് പോലെ, പിന്നെ ഇതാ ഇപ്പൊ പരുവപ്പെട്ട് ഇത്രയും മിനുസത്തില്. കൊള്ളാലോ. കവിയുടെ ഭാവനയൊക്കെ ഉണ്ടോ മനസ്സില്? ഈ പാട്ട് പാടാത്ത കഴുതയില്ലെന്ന് പറയുന്നത് പോലെ കുറച്ചൊക്കെ സാഹിത്യമൊക്കെ മനുഷ്യനിലും ഉണ്ടാവും. പിന്നെ അതിന് നല്ലൊരു അന്തരീക്ഷം വരണം. എനിവേ, നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആവാം.